ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമുക്കിത് ഒരുപാടുണ്ടെന്ന് തോന്നും. അപ്പോൾ ഇതിലൊരു ഫ്ലവറും ലീഫും പിന്നെ ബീഡ്സ് തുന്നുന്നതും പഠിക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ ഈ ചുരിദാറിൻ്റെ നെക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സ് റിംഗ് നോട്ടാണ്. പിന്നെ ചില സിംഗിൾ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചില ഫ്ലവേഴ്സിൻ്റെ കൂടെ നമ്മൾ ലീഫും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡുകൾ ഇത് രണ്ടുമാണ്. ഒരു ബേജ് കളറും ഒരു റെഡ് കളറുമാണ്. പിന്നെ അതിനിടയിലൂടെ നമ്മൾ കുറച്ച് ഗോൾഡൻ പേൾസും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിംഗ് നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു റൗണ്ട് വരച്ച് കൊടുക്കുക. പിന്നെ അതിന് ഔട്ടറിലായിട്ട് ഒരു റൗണ്ടും കൂടെ വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ വരച്ചിരിക്കുന്ന അകത്തെ റൗണ്ട്, ഈ റൗണ്ടിൽ നിന്ന് സൂചി ഇങ്ങനെ കുത്തി എടുത്തിട്ട് പുറത്ത് നമ്മൾ വരച്ചിരിക്കുന്ന റൗണ്ടിലേക്കാണ് ഈ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രഞ്ച് നോട്ട് കുറച്ച് ലൂസാക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഒരു ഫ്രഞ്ച് നോട്ട് ലൂസായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ വരും. അതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ലീഫ് ചെയ്തെടുക്കാൻ. ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ക്രീം കളർ ത്രെഡാണ്. ത്രെഡ് ഞാൻ 6 strandsൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്. നമുക്ക് ലീഫ് ഓരോന്നും ചെയ്തെടുക്കാം. ഫിഷ് ബോൺ സ്റ്റിച്ച് ലീഫാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലീഫ് ചെയ്യുമ്പം വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ ഓരോ സ്റ്റിച്ചും ചെയ്തെടുത്താൽ മതി.
അപ്പം നമ്മുടെ ലീവ്സും ഫ്ലവേഴ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പേൾസും കൂടെ വെച്ചെടുക്കാം. ഞാൻ അതിൽ ഗോൾഡൻ പേൾസാണ് വയ്ക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടും പിന്നെ അതേപോലെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ടാണ് നമ്മൾ പേൾസ് വയ്ക്കുന്നത്. അപ്പോൾ അതോടെ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ബീഡ്സുകൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബീഡ്സൊക്കെ തരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫ്ലവറുകളുടെയും സെൻറ്ററിലായിട്ട് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും ഇടയിലൂടെ ആയിട്ട് കുറച്ച് ഫില്ല് ചെയ്ത് വരുന്നത് പോലെയാണ് ബീഡ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.